ഡാഡി പ്രകാശേട്ടൻ ആരാത്? അറിയില്ല. പ്രകാശേട്ടൻ ഇപ്പം എന്താ വീട്ടിലോട്ടൊന്നും വരാത്തത്? ഞാനതിനെ വീട്ടിലേക്ക് വരുന്നത് എന്നെ വേണ്ടെന്ന് പറഞ്ഞിരുത്തി കെട്ടി വീട്ടിലേക്ക് വന്നിട്ടില്ലേ? എൻ്റെ ഭാര്യ, നിങ്ങളുടെ ചേച്ചി. ചേച്ചിയുടെ സ്വഭാവം പ്രകാശേട്ടൻ അറിയുന്നതല്ലേ? ഞങ്ങളെന്നെ ബുദ്ധിമുട്ടിക്ക, ഭയങ്കര എത്തിക്കല. ഒന്ന് കൂട്ടിപ്പോയിക്കൂടെ? ആ, എനിക്കിപ്പോൾ അതല്ലേ പണി. നമുക്ക് കൊതി തീരും വരെ അവിടെ നിൽക്കട്ടെ. ചേച്ചിയുടെ പോക്ക് കണ്ട് കൊതി തീരും തോന്നുന്നില്ല. ഇല്ലെങ്കിൽ വേണ്ട, നാട്ടിൽ വേറെ പെൺപിള്ളേർ കഴിഞ്ഞിട്ടില്ലല്ലോ, ചെക്കന് വേറെ പെണ്ണിന് നോക്കുന്നുണ്ട്. അതൊന്ന് പറഞ്ഞേക്കുന്നതിൻ്റെ ചേച്ചിയോട്. നീ വണ്ടി എടുക്കടാ. ഇവരിങ്ങനായ നമ്മളെ കാര്യം കുറച്ച് കഷ്ടാട്ടോ. നീ വാ, അതിനെന്താ ആയിക്കോട്ടെ. അതെ ചേട്ടാ, പല പ്രൊഡക്ട്സ് കൊണ്ടുവന്നാണെങ്കിൽ വേണ്ട. അതല്ല, അത് പിന്നെ വേണ്ടാഞ്ഞിട്ടാ, വേണ്ട. വിശദീകരണം ഒന്നും വേണ്ട. ഞാനൊന്ന് പറയട്ടെ. ഒന്നും പറയണ്ട, കേൾക്കാൻ സമയമില്ല. എൻ്റെ പൊന്നു കുട്ടി, ഞാനൊന്ന് പറയട്ടെ. കുട്ടിയോ? ആർഡ്യൂട്ടി? ഞാൻ എപ്പോഴോടോ തന്നെ കുട്ടിയെ? അതല്ല, ഞാനൊന്ന് പറയട്ടെ. ആരാ? ആ അമ്മ, ഞാനിവിടെ ഹരിദാസന്റെ പുതിയ വീട്ടിലേക്ക് വന്നതാ താമസിക്കാൻ. ആ വീടൊന്നും എവിടെയാന്ന് പറയോ? ഈ 2 വീടിന്റെ അപ്പുറത്താ. ഇവിടെ അല്ലേ? അവിടെ കുടിക്കാൻ വെള്ളമൊന്നും കിട്ടൂല. അത് കുഴപ്പമില്ല, ഞാൻ ഇവിടെ വന്നിടത്തോളാം. ശരി. രമ്യ, ഈ ആ പ്രാവിന് വെള്ളം കൊടുത്തോടി. ആ, കൊടുത്ത്. കൊറേ നേരമായാലും നിങ്ങൾ ഈ കെട്ടല് തുടങ്ങിയിട്ടേ. എന്താ നിങ്ങളുടെ ഉദ്ദേശം? അതെ, ആ മുരളി എനിക്കൊരു ഫ്ലാഷൻ ഫുഡിൻ്റെ തൈ തന്നിട്ടുണ്ട്. അത് ഇതുമേലൊന്ന് പടർത്തണം. മൂപ്പരിപ്പം ബ്രോക്കർ പണിയൊക്കെ നിർത്തിയിട്ട് കൃഷിപ്പണി തുടങ്ങിയോ? ഇത് മനുഷ്യ, നിങ്ങൾ അതിന് വീഴാൻ നിൽക്കണ്ട. കൊറേ കാലമായാലും നട്ട് നനക്കാൻ തുടങ്ങിയിട്ടേ. വല്ല കായ പൂവ് ഇതുവരെ ഉണ്ടായിട്ടുണ്ടാ? ഇതാ നോക്ക്, ഈ എൻ്റെ വായിലിരിക്കുന്നു കേൾക്കണ്ട. ഈ എൻ്റെ പണി നിർച്ചപ്പോ ഓടി. നിങ്ങൾ ചെടി നട്ടാലും വേണ്ടില്ല, മരം നട്ടാലും വേണ്ടില്ല. ഞാൻ കൊടുന്ന വെള്ളം കൊണ്ട് നനയ്ക്കാന്ന് നിങ്ങൾ ആരും വിചാരിക്കണം? ഞാനൊന്നും ചത്താൽ പോലും എനിക്കൊരു തുള്ളി വെള്ളം തരില്ല എന്ന് നന്നായിട്ട് അറിയാം. എന്നിട്ടപ്പോൾ ചെടിക്ക് ഒന്ന് പൊടി.
നിന്ന് കിടിക്കാൻ നിൽക്കട്ടെ, വെള്ളം അകത്തുള്ള കിടി. ഇന്നെ കൊണ്ടൊന്നും വയ്യ, ഇതൊക്കെ എന്റെ പണിയാണ്. അന്റെ വെള്ളം കൊണ്ടല്ലേ ഇതുവരെ കഴിഞ്ഞില്ലേ? എപ്പോൾ തുടങ്ങിയതാ? അല്ല, ഞാൻ ഒരു സംശയം ചോദിക്കട്ടെ, നിങ്ങൾ ഇനി എവിടുന്നെങ്കിലും വെള്ളിലെടുത്ത് വാങ്ങിയതാണോ? വെണ്ണീര് കൊടുത്ത് വാങ്ങേ? ആ, രാവിലെ തുടങ്ങിയ ഞാൻ ഈ വെള്ളം കൊണ്ടല്ലേ. ഒരാളാണെങ്കിൽ നേരെ വെളുക്കുമ്പോൾ തുടങ്ങി തേപ്പാ, മറ്റൊരാണെങ്കിൽ ഫോണിലും. ഒരു കുടം വെള്ളം കൊണ്ടുവരാണെങ്കിൽ ഇവർക്ക് എന്നെ സഹായിച്ചൂടെ? 4 കുടം വെള്ളം നീ കൊണ്ടുവരുന്നുണ്ടെങ്കിലേ 1 കുടം ചായ ഈ എന്നല്ലേ കുടിക്കുന്നത്? പോരാത്തിന് കറി ഉണ്ടാക്കാൻ വെള്ളം വേണം, ചോറുണ്ടാക്കാൻ വെള്ളം വേണം, എക്സ്ട്രാ വെള്ളം ഈ വേറെയും കുടിക്കണ്ടേ? പാടണ്ട. എടി സൗമ്യ, അടുക്കള ആവശ്യത്തിനുള്ള വെള്ളം മാത്രമല്ല ഈ കൊണ്ടുവരുന്നുള്ളൂ. ഈ കണക്കിന് വീട്ടാവശ്യത്തിനുള്ള വെള്ളം കൂടി കൊണ്ടുവരികയാണെങ്കിൽ എന്തായിരിക്കും അവസ്ഥ? അച്ഛാ, ഈ വീട്ടിലെ ഏറ്റവും ഭാരപ്പെട്ട പണി വെള്ളം കൊണ്ടല്ല. ആ പണി എനിക്ക് എളുപ്പമുള്ള പണി വെക്കും. ഓ പിന്നെ ചോറക്കലും കറിക്കലും തുണിയലക്കലും ഒക്കെ എളുപ്പമുള്ള പണിയാണല്ലോ. എന്നോട് കിണറ ഒഴിച്ച് വെള്ളം കൊണ്ടായിരുന്നല്ലേ പറഞ്ഞത്? പ്രസംഗം ചെയ്തിട്ടേ വേഗം വെള്ളം കൊണ്ടുപോട്ടെ. എന്റെ ദൈവമേ, ഈ വീട്ടിൽ ജനിക്കുന്ന വെള്ളം വല്ല കുളത്തിൽ തവളയെ ജനിക്കായിരുന്നു. ഇവളൊക്കെ എങ്ങനെയാ ഒരുത്തന്റെ കൂടെ പറഞ്ഞേക്ക? ഡേ, ഞാൻ എൻ്റെ 9ാം വയസ്സിൽ വെള്ളം കൊണ്ടുവരാൻ തുടങ്ങിയതാ. അന്നൊന്നും ഇതുപോലെയല്ല. നോക്കു മനുഷ്യ, 1 കുടം വെള്ളം ഒക്കത്തും 1 കുടം വെള്ളം തലയിലും. മതി, അന്നെ കെട്ടിയൊന്നു മുതൽ കേൾക്കാൻ തുടങ്ങിയാണ് ഈ കഥ. കേട്ട് കേട്ട് മടുത്ത് ഒന്ന് പോടി ഓടുന്നു. മടുക്കും, നിങ്ങൾക്ക് മടുക്കും. 3 നേരം വെട്ടി വിടങ്ങ ഞാൻ ഉണ്ടാക്കി തരുന്നുണ്ടല്ലോ. നിങ്ങളോടൊക്കെ പറഞ്ഞ എന്ന് വേണം പറയാൻ. ചുമ്മാ നാലും അച്ഛൻ ചെയ്ത മോശമായി പോയി. അതെ, ഇത്രയും കാലം കഥ കേട്ട സ്ഥിതിക്ക് ഒരു കിണറമ്മയ്ക്ക് കുഴിച്ചെടുക്കായിരുന്നു. എടി മോളെ, അന്ന് ഞാൻ കിണർ കുത്തിയിട്ടുണ്ടായിരുന്നെങ്കിൽ ഇന്ന് നിങ്ങൾ വെള്ളത്തിന്റെ മൂല്യം നല്ല മനസ്സിലാക്കിയിട്ടുണ്ടാവില്ല. ഇപ്പൊ ഈ വീട്ടില് ആരെങ്കിലും അനാവശ്യമായിട്ട് ഒരു തുള്ളി വെള്ളം പാഴാക്കുന്നുണ്ട? അങ്ങനെയാ ഞാൻ എൻ്റെ മക്കളെ വളർത്തിയിട്ടുള്ളത്. തന്നെ നീ ആ തുണി അലക്കാൻ നോക്ക്. ഓ, ഒരു വളർത്തുകാരൻ വന്നിരിക്കുന്നു. അമ്മ വിശന്നിട്ട് പോയി, അമ്മ വേറെ എന്തേലും ഉണ്ടാക്കി. ഗ്യാസ് തീർന്നിട്ട് കുറെ ദിവസമായി. വിറക് എത്തിക്കുമ്പോ ഇങ്ങനെയൊക്കെ പറ്റൂ. മക്കളെ, അമ്മ 9ാമത്തെ വയസ്സിൽ തുടങ്ങിയ കഷ്ടപ്പാടാ. ശരിയാ, ഒക്കത്തൊരു കുടം. അറിയില്ലൊരു കുടം. ഓ, ഇനി അച്ഛനും മക്കളും കൂടി എന്റെ തലയിൽ കയറിക്ക. ഇതും കൂടി ഉണ്ടേ. അതെ, ഇതെങ്ങട്ടാ? ആ, കഴിഞ്ഞു, ഇതന്നെ ഉള്ളൂ. ഇത് കൊറേ നേരം ആയല്ലോ. ഏച്ചിയെ കുറച്ച് മുളക് പൊടി തരുമോ? സൗമ്യ, ആ ഇത്തിരി മുളക് പൊടി കൊടുക്ക്. പണിയൊന്നും കഴിഞ്ഞില്ലേ? ഇല്ല സുധേ, ഇത്തിരി വൈകിപ്പോയി. ഇപ്പം എന്താ അമ്പലത്തിലൊന്നും പോവാറില്ലേ? ഇന്നലെ പോയി വന്നേ ഉള്ളൂ. അടുത്ത ആഴ്ച മുത്തപ്പങ്കാവിലൊന്ന് പോണം. എന്താ തന്നെ എൻ്റെ പണിയൊന്നും കഴിഞ്ഞിട്ടില്ലേ? ആ, കഴിയുന്നേ ഉള്ളൂ. കുറേ ദിവസമല്ലോ വന്നിട്ട്, തിരിച്ചു പോണില്ലേ? അവളിവിടെ വന്ന് നിൽക്കുന്നോണ്ടേ എനിക്കൊരു ബുദ്ധിമുട്ടൊന്നും ഇല്ലല്ലോ. എൻ്റെ പൊന്ന് ലീലേച്ചിയെ, ഞാൻ കണ്ടപ്പോൾ വെറുതെ ചോദിച്ചതാ. അയ്യോ, ഞാൻ ഗ്ലാസ് കൊണ്ടുവന്നിരുന്നു. ആ, അത് സാരില്ല. എന്നാ ഞാൻ പോവാ. കൊറേ ആയല്ലോ തക്കാളിയും പഞ്ചാരൊക്കെ ആയിട്ട് കൊണ്ടുപോണേ. ഇതെന്താ പലചരക്കടെ? ഇതൊക്കെ കൊണ്ടുപോകണല്ലാണ്ട് ഇങ്ങോട്ട് കൊണ്ടുവരുന്നൊന്നും കാണില്ല. കൊണ്ടുപോയിക്കോട്ടടി, ഇല്ലാഞ്ഞിട്ടല്ലേ? ഇല്ലാഞ്ഞിട്ടൊന്നല്ല, വളവത്തരം കൂടിയിട്ടാ. അല്ല, നിങ്ങൾക്കെന്താ ഓളോട് ഇത്തിരി സിമ്പതി? എനക്കെല്ലാം മനസ്സിലാകുന്നുണ്ട്. എന്ത് മനസ്സിലാക്കാനാട്ടി? ഇത് മനുഷ്യ, കുട്ടികളെ മുമ്പ് എന്നെ കൊണ്ടൊന്ന് പറയിപ്പിക്കണ്ട. നിങ്ങളിപ്പോ തന്നെ പേരല്ലേ വഴക്കുണ്ടാക്കാൻ നിൽക്കണ്ട. ഓളിപ്പോ വന്നതേ മുളക് പൊടിക്കൊന്നല്ല, ന്യൂസ് പിടിക്കാൻ വന്നതാ. ആൾക്കാരെ കൊണ്ട് പറയിപ്പിക്കാനാണല്ലോ നിങ്ങൾ ഓരോന്ന് ചെയ്തു കൂട്ടുന്നത്. അമ്മ തന്നെ ഉദ്ദേശിച്ചിട്ട് പറഞ്ഞാണോ? അല്ലാണ്ട് പിന്നെ ആരെ? അല്ലാതെ ഇപ്പൊ വേറെ ആരുദ്ദേശിച്ച് പറയാനോ? അല്ല, ഞാൻ അറിയാൻ പാടില്ല എന്നിട്ട് ചോദിക്ക.
എന്താ എൻ്റെ ഉദ്ദേശം? ഇവിടെ ഇങ്ങനെ തന്നെ കഴിഞ്ഞു കൂടി പോവാനാണോ? നീ ഇവിടെ നിൽക്കുന്നതിനനുസരിച്ച് എൻ്റെ താഴെയുള്ളവരുടെ ഭാവിയെ പോകുന്നേ. ഞാൻ ഇവിടുന്ന് പോയാലേ ഇവർക്കുണ്ടെങ്കിൽ ഒരു ഭാവി ഉണ്ടാവുള്ളൂ നമ്മ പറയുന്നത്. പിന്നെ അല്ലാതെ ഞാൻ ഇവിടുന്ന് പോയിട്ടേ ഇവർക്കുണ്ടെങ്കിൽ ഒരു ഭാവി ഉണ്ടാവണ്ട. ആ ചേച്ചി ഇവിടെ നിൽക്കണോണ്ടേ പ്രകാശനം കാത്തു നിൽക്കണമെന്നൊന്നുമില്ല. മൂപ്പരാണ് വേറെ പെണ്ണ് നോക്കുന്നുണ്ടാ കേട്ട്. അതാരാണ് അവ പറഞ്ഞത്? ആരും അറിഞ്ഞാലും ഉള്ള കാര്യം തന്നെ. ആ കെട്ടുന്നെങ്കിൽ കെട്ടട്ടെ. 1 അല്ല 2 അല്ല ഈ 4 കെട്ടലും എനിക്കൊരു പ്രശ്നമില്ല. കെട്ടി സുഖമായി ജീവിക്കട്ടെ. ഒരു കാര്യം ഞാൻ പറയാം, 2 ആളും കേൾക്കാൻ വേണ്ടി പറയാം. ഞാൻ ഇവിടുന്ന് പോയിട്ട് 2 ആളും സുഖമായി കെട്ടി ജീവിക്കാന്ന് കരുതണ്ട. ഞാൻ ഇവിടെ ഉള്ളപ്പോൾ കെട്ടാൻ പറ്റി നിങ്ങൾ കെട്ടി ജീവിച്ചാൽ മതി. ഇതെന്ത് ന്യായം? ഇത് ഇവിടുത്തെ ന്യായം. ഞാൻ നിങ്ങളോട് കെട്ടണ്ടെന്നൊന്നും പറഞ്ഞിട്ടില്ലല്ലോ. ഞാനിവിടെ വെച്ചിട്ട് കെട്ടാൻ പറ്റില്ലെങ്കിൽ നിങ്ങൾ കെട്ടണ്ട, അത്രേ ഉള്ളൂ. ചേച്ചി ഇത്ര ദുഷ്ടതയാണോ? ചേച്ചിക്ക് ഈഗോ ആണ്, ചീപ്പ് ഈഗോ. ഇങ്ങനെ ഈഗോ വെച്ച് നടന്നിട്ടാ ചേച്ചിയുടെ ജീവിതം എങ്ങനെയായത്? ഇപ്പൊ ഞങ്ങളുടെ ഭയം കൂടെ തുലയ്ക്കാനായിട്ട് ഇങ്ങോട്ട് കെട്ടിയിരുത്തിരിക്കുന്നു. കൊണ്ടാറോ സൗമ്യ മതി നിർത്ത്, അകത്ത് പോടി. അമ്മേ, ചോറ് പാത്രത്തിലാക്കിയോ? ചോറ് വെന്തിട്ടില്ല, വേവുള്ള അരിയാ. എന്ത് കഷ്ടാണമ്മേ. ഇപ്പൊ നേരെ എത്രയായി? ഇന്നലെ ഇതന്നെയല്ലേ പറഞ്ഞത്? പെമ്പിള്ളേരായ കുറച്ച് നേരത്തെ എണീക്കണം. മോരിയെ പോലെ കിടന്നുറങ്ങിയാ ചോറാവാൻ നേരം വൈകും. ഓ അതാണല്ലേ. അപ്പം മനഃപൂർവ്വമുള്ള പണിയാണ്. ഞാൻ കുറച്ചേരം കിടന്നുറങ്ങിയതല്ലേ ഇവിടുത്തെ പ്രശ്നം. നാളെ മുതലേ ഞാൻ 3 മണിക്ക് എണീറ്റ് പണിയൊക്കെ തീർത്തോളാം. സമാധാനമല്ലോ അമ്മയ്ക്ക്? 3 മണിക്ക് എണീക്കാൻ നീ എന്താ ഉണ്ണി അർച്ചയാ? എടി ഒരു 6 മണിക്ക് എണീറ്റാ മതി. 3 മണിക്ക് എഴുന്നേറ്റ് എൻ്റെ മോള് കഷ്ടപ്പെടണ്ട. എന്നെങ്കിലും ഒരിക്കലും ഞാൻ വിളിക്കാതെ നീ എഴുന്നേറ്റിട്ടുണ്ടാ? ഓളൊരു 3 മണി. ആരാന്ന് നോക്കടി.